ജിനസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉന്നക്കായ കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ്. ബറാത്തിനും പെരുന്നാളിനും ഞങ്ങൾ വടകരക്കാർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ഒരു പായസമാണിത്. ഇതിന് ഞങ്ങൾ സീറ പായസം, സീറാക്കക്കറി എന്നൊക്കെയാണ് പറയാറ്. 3 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പായസമാണിത്. പഴം, തേങ്ങാപ്പാൽ, കയമരി, ഇവ 3ആണ് നമ്മുടെ പായസത്തിന് വേണ്ടത്. പുതിയാപ്പിളമാരൊക്കെ വീട്ടിൽ ഗസ്റ്റായിട്ട് വരുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണിത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കയമരിയാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ കയമരി എടുക്കേണ്ടത്. ഈ കറക്റ്റ് അളവിലായിരിക്കണം നമ്മുടെ കയമരി. എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഈ ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ്. ആ ഒരു ഗ്ലാസ് നിറച്ച് നമ്മൾ കയമരി എടുത്തിട്ട് ആദ്യം നമുക്കിതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷമാണ് ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെക്കാം. അതൊന്ന് കുതിർന്ന് കിട്ടിക്കോട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കിലോ നേന്ത്രപ്പഴമാണ്. അധികം പഴുക്കാത്ത പഴം വേണം നമ്മൾ എടുക്കാൻ, എങ്കിലാണ് ഉന്നക്കായ നല്ല കറക്റ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അധികം പഴുക്കാത്ത പഴം എടുത്തതിന് ശേഷം നമുക്കിത് ആവിച്ചെമ്പിലിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ആവിച്ചെമ്പിലിച്ചൊന്ന് വേവിച്ചെടുക്കാം. വേവാൻ വേണ്ടി ഞാൻ ഗ്യാസ് സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ സാധാരണ ഉന്നക്കായുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് തേങ്ങ വെച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ പായസത്തിന് തയ്യാറാക്കുമ്പോൾ മുട്ട വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ 1 കിലോ പഴത്തിന് 5 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. കോഴിമുട്ട വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. 5ഓ 6ഓ, അതിൽ കൂടുതലിൻ്റെ ആവശ്യമില്ല. ആദ്യം നമുക്കിതൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം മതിയായിരുന്നില്ല. ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ മുട്ട വറുക്കുക എന്നാണ് പറയാറ്. അപ്പോൾ അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിടണം. ഹൈ ഫ്ലെയിമിലിട്ട് പാനൊന്ന് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് മെല്ലനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാടൊന്നും കുത്തി ഉടച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം കുറച്ച് നല്ല ചെറിയ പീസായിട്ട് തന്നെ നമുക്കിതൊന്ന് കടിക്കാൻ കിട്ടണം. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് മെല്ലനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ നമ്മുടെ മുട്ട ഇതുപോലെ നല്ലോണം കട്ട കുത്തി വന്നിരിക്കും. ഇതുപോലെ ഒന്ന് പാനൊന്ന് വിട്ട് വരുന്നേരം ഒന്ന് മെല്ലിനൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും വേണ്ട നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ പഴം വെന്തിട്ടുണ്ടോ ഒന്ന് നോക്കാം. ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ ആഴ്ന്നിറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴം നല്ലോണം വെന്തിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം തോലിയൊക്കെ മാറ്റി നമുക്കിതൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പഴം ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തൊലി മാറ്റിയതിന് ശേഷം നമ്മൾ ഇഞ്ചിക്കല്ല് കൊണ്ടുവന്ന് നല്ലവണ്ണം ഒന്ന് കുത്തി ഉടച്ചെടുത്തിട്ട് വരാം. ഇല്ലെങ്കിൽ എളുപ്പത്തിൽ വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഞാൻ ഉന്നക്കായെല്ലാം തയ്യാറാക്കി ഇതുപോലെയാണ്. ഇഞ്ചിക്കല്ല് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ച് കൊടുത്താൽ തന്നെ നല്ലവണ്ണം തന്നെ ഇതൊന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലവണ്ണം ഉടഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്കിതെല്ലാം ഓരോന്നോരോന്നായി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പഴം നമുക്ക് നല്ലവണ്ണം ഉടച്ചെടുക്കാം. എല്ലാ പഴവും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പഴം ഇങ്ങനെ ഉടച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ല ചൂടോടെ തന്നെ ഉടച്ചെടുക്കണം. എന്നാലാണ് നല്ലോണം നമുക്കിത് ഉടഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ ചൂട് തണിയാൻ കാക്കരുത് നമ്മൾ.
ചൂടോടെ തന്നെ പെട്ടെന്ന് വേഗം ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഞാനിത് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ച് വെക്കാം. സാധാരണ ഉന്നക്കായ ഇട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് വലുപ്പത്തിൽ വേണം നമ്മുടെ പായസത്തിൻ്റെ ഉന്നക്കായ തയ്യാറാക്കാൻ. അപ്പോൾ കുറച്ചുകൂടി വണ്ണത്തിലുള്ള ഒരു ഉരുളകളാക്കി എടുത്തതിന് ശേഷം മുട്ടയുടെ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉന്നക്കായുടെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. കയ്യിൽ കുറച്ച് ഓയിൽ തടവിന് ശേഷം ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര വണ്ണത്തിൽ വേണം നമ്മുടെ ഉന്നക്കായ. അപ്പോൾ ഓരോന്നോരോന്നായി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. സാധാരണ ഉന്നക്കായുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് തേങ്ങ വെച്ചിട്ടാണ് ഉണ്ടാകുക. പക്ഷേ പായസത്തിനായതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മുട്ട ചേർത്തത്. ഈ ഒരു പായസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. മുട്ടയായിരിക്കും നമ്മുടെ ഉന്നക്കായുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കായമ അരി കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നില്ലേ, അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് ഇതിലേക്ക് ഒരു 4 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക. ഏലക്കായുടെ ഫ്ലേവർ ഉണ്ടെങ്കിലാണ് ആ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏലക്കായ കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയുണ്ടായിരുന്നു നമ്മുടെ അരി. അപ്പോൾ അത്രയും നല്ല പശ പോലെ നമ്മൾ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഏകദേശം ഒന്ന് മുങ്ങാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല പശ പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. എങ്കിലേ നല്ല കറക്റ്റിൽ ഇതിൻ്റെ ഈ ഒരു പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു അരിയാണ്. ഈ അരിയുടെ അരപ്പ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ പായസം ഫ്ലോപ്പായി പോകും. അതുകൊണ്ടാണ് പ്രത്യേകം തന്നെ പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ തേങ്ങയാണ്. ചെറുതാകുമ്പോൾ 1.5 മുറി തേങ്ങയോളം നമുക്ക് വേണ്ടി വരും. തേങ്ങാപ്പാലാണ് ഏറ്റവും കൂടുതൽ പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം നല്ലതാണ്. അപ്പോൾ 2 പാർട്ടായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ആക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അതിന് വേണ്ടി നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരി അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി നേരിട്ട് ഒഴിക്കരുത്, ഇതുപോലെ അരിപ്പയിലോട്ട് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നല്ലവണ്ണമാണ് നമ്മുടെ ഈ പായസത്തിൽ. അപ്പം പായസത്തിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് 2-ാം പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവയെല്ലാം നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റാവും. ഗ്യാസ് സ്റ്റൗവിൽ മാറ്റിക്കഴിഞ്ഞാൽ തീ വളരെ കുറച്ച് വെച്ച് നമ്മൾ ഇതൊന്ന് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് തന്നെ അരി ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. കുറുകിക്കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കിയില്ലെങ്കിൽ കട്ട കുത്തിപ്പോവും. അതുകൊണ്ട് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. എങ്കിലാണ് അരിയും ആ തേങ്ങാപ്പാലും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് വരികയുള്ളൂ. അപ്പോൾ ക്ഷമയോടെ തന്നെ നമ്മളിതൊന്ന് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പെട്ടെന്ന് ധൃതിയിലൊക്കെ വേണമെന്ന് വെച്ച് ഫുള്ളിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഫ്ലോപ്പായി പോവും. അപ്പോൾ കഴിയുന്നത് നമ്മൾ ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ നോക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ലോണം കുറുകി വന്നിട്ടുണ്ടാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതാ കുറുകി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വീണ്ടും അതേപോലെ തന്നെ നല്ലവണ്ണം കൈവെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ 1-ാം പാലും കൂടി നമ്മുടെ ഈ മിക്സിയിൽ യോജിച്ച് വരുന്നവരെ വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതും ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കിന് നല്ലവണ്ണം കുറുകി നല്ല കട്ടിയിലായിട്ട് തന്നെ വന്നിരിക്കും. അപ്പോൾ പായസത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം കുറുകി കട്ടിയിലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായിരിക്കണം നമ്മുടെ പായസത്തിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ
പായസത്തിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉന്നക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉന്നക്കായ് ഓരോന്നോരോന്ന് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ പാലിൻ്റെ അരിൻ്റെ മിക്സും ഉന്നക്കായും കൂടെ കോരി എടുത്തതിന് ശേഷം കൂട്ടി ഇതുപോലെ ഒന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ ഉന്നക്കായ കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ബറാത്തിന് പുതിയാപ്പിളമാർക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പായസമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കാം. ഈ വരുന്ന ബറാത്തിന് പെരുന്നാളിനും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഉണ്ടാക്കി നോക്കുമ്പോൾ ഒന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ ശരി, ഇതുപോലെ വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.